പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കി അവരെ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികജാതി പട്ടികവർഗ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനയിലൂടെ വളർച്ചയിലേക്ക് എന്ന സന്ദേശമുയർത്തിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികജാതി പട്ടികവർഗ വകുപ്പും സംയുക്തമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് അക്ഷരോന്നതി പദ്ധതി നടപ്പിലാക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കി നൽകുക എന്നതാണ് അക്ഷരോന്നതിയുടെ ലക്ഷ്യം. അക്ഷരോന്നതി പദ്ധതിയുടെ അടിമാലി ബ്ലോക്ക് ജില്ലാതല ഉദ്ഘാടനം നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ചിന്താഗതിയിൽ വളരെ നല്ലതും എന്നാൽ പ്രവർത്തനത്തിൽ ഇത്രയും പോരാ എന്ന് ചിന്തിക്കുന്ന ഒരു സംവിധാനമാണ് അക്ഷരോന്നതി എന്ന് പറയുന്ന ഒരു പ്രവർത്തന സംവിധാനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തുന്നത്. നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ വളരെ താഴേക്കിടയിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയും വിഷമവും സഹിച്ച് കിടന്നിരുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പണ്ട് പട്ടികവർഗം എന്നത് ഇപ്പോൾ പറയാൻ പാടില്ലെങ്കിൽ പോലും അവരുടെ ഉന്നതികളിലുള്ള സാധാരണക്കാരായ ഉന്നതികളുള്ള കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അന്തർലീനമായി കിടക്കുന്ന ചേതവികാരങ്ങളെ വളർത്തിയെടുത്ത് അവരെ പ്രതിഭാധനന്മാരാക്കി നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുത്ത് സമൂഹത്തിലെ ഉന്നത നിലയിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ബിജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാക്സിൻ ആന്റണി, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നതികളിലും പഠനമുറികളിലും ഹോസ്റ്റലുകളിലും നിലവിൽ വായനാ സൗകര്യത്തിൻ്റെയും പുസ്തകങ്ങളുടെയും ലഭ്യത കുറവുണ്ട്. ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യമാണ് അക്ഷരോന്നതി പദ്ധതിക്കുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.